ദൈവം നിങ്ങൾക്ക് ദാനമായി തന്ന ഏറ്റവും പ്രചോദനാത്മക ഗ്രന്ഥത്തിൻ്റെ പേരാണ് കുഞ്ഞ്. പക്ഷേ ആ കുഞ്ഞിൻ്റെ ജീവിതത്തിൻ്റെ ഓരോ പേജും മറിച്ച് ഓരോരോ പാഠങ്ങൾ ഉൾക്കൊള്ളുന്നതിന് പകരം രാവിലെ മുതൽ വൈകുന്നേരം വരെ കുഞ്ഞിനെ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം പറയും, വിഡ്ഢിത്തം കാട്ടാതിരിക്കുക. കുഞ്ഞിനെ പഠിപ്പിച്ചു കൊടുക്കാനല്ല, കുഞ്ഞിൽ നിന്ന് പഠിക്കാൻ വേണ്ടിയാണ് കുഞ്ഞെന്ന പാഠപുസ്തകം ഞാൻ അയച്ചു തന്നത്. ആ പാഠപുസ്തകം എന്താ തുറക്കാത്തത്? തുറക്കുക. ആ കുഞ്ഞെന്ന പാഠപുസ്തകം തുറന്ന് ഓരോ താളിലും എഴുതിയിരിക്കുന്ന ഓരോരോ പാഠങ്ങൾ പഠിച്ചെടുക്കുക. ജീവിതം നന്നാവും. കർത്താവ് പറഞ്ഞല്ലോ, കുഞ്ഞുങ്ങളാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക. ഒരു സൂഫി സന്യാസി ഈശോയെ ഉദ്ധരിച്ചുകൊണ്ട് മറ്റൊരു സന്യാസിയോട് ചോദിച്ചു, ഈശോ അങ്ങനെ പറഞ്ഞല്ലോ, സ്വർഗത്തിലേക്ക് പോകുന്നത് കുഞ്ഞുങ്ങളാണെന്ന്, അതിൻ്റെ പൊരുളെന്താണ്? അപ്പോൾ മറ്റേ സന്യാസി വ്യക്തമാക്കി കൊടുത്തു, കുഞ്ഞുങ്ങൾ അങ്ങകലെയുള്ള സ്വർഗം കാത്തിരിക്കുന്നവരോടൊപ്പം തന്നെ ഇന്ന് ഇവിടെ സ്വർഗം തീർക്കുന്നുണ്ട്. ദ ചിൽഡ്രൻ ക്രിയേറ്റ് ഹെവൻ ഹിയർ ആൻഡ് നൗ. ഇവിടെ അവർ സ്വർഗം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചെല്ലുന്നിടത്തൊക്കെ സ്വർഗം ഉണ്ടാക്കുന്നവരുടെ പേരാണ് കുഞ്ഞുങ്ങൾ. ഇനിയിപ്പോഴും ആ ശിശു സഹജമായ നിഷ്കളങ്കത വിട്ടുമാറാത്തവർ എവിടെ പോയാലും സ്വർഗം ഉണ്ടാവും. കൂടുതൽ ചോദ്യം ചോദിക്കാം, നിങ്ങൾ ചെല്ലുന്നിടത്തൊക്കെ ആൾക്ക് മൂഡ് ഓഫും സങ്കടവും വെറുപ്പും വിദ്വേഷമാണെങ്കിൽ അതിൻ്റെ അർത്ഥം, പ്രിയപ്പെട്ട ചങ്ങാതി, അകത്തെ കുഞ്ഞ് അകാല വാർദ്ധക്യം ബാധിച്ച് മരിച്ചു എന്നാണ്. ചെല്ലുന്നിടത്തൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്കിപ്പോൾ ശിശു സഹജമായ പാപങ്ങളൊന്നും ഇല്ലെന്നാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ചില ആളുകൾ, അവർ നിങ്ങളുടെ അടുത്തേക്ക് വന്നാലും ആരുടെ അടുത്തേക്ക് വന്നാലും എല്ലാവർക്കും ഒരു ഹാപ്പിനെസ്സാണ്. അങ്ങനെയും മാറാനൊക്കെ ഒന്ന് ശ്രമിക്കേണ്ടതല്ലേ? അത്ര വളരാൻ എത്ര ചെറുതാകണം?